ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കാണാം. നിങ്ങളുടെ ജീവിതവുമായി റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഓക്കെ, നമുക്ക് ആദ്യം കിട്ടുന്നത് ദ സ്വോർഡ് ആൻഡ് റോസ് എന്ന് പറയുന്ന ഒരു ഒറക്കിൾ കാർഡാണ്. അപ്പോൾ ഈ സ്വോർഡ് ആൻഡ് റോസ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് ചില ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. അതുപോലെ ചില പ്രൊട്ടക്ഷൻസ്, അതുപോലെ ചില പവർ, ഓക്കെ, ഓണർ, ഇതൊക്കെ വരുന്നൊരു സമയമാണ്. കോഫി കപ്പ് എന്ന് വെച്ചാൽ ചില മീറ്റിങ്സ് ഉണ്ടാവും, ചിലരുമായിട്ട് കോൺവെർസേഷൻ നടത്തേണ്ട ഒരു സമയം ഉണ്ടാകും. അതുപോലെ ചില ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുള്ളൊരു സമയമാവും, പുതിയ ഫ്രണ്ട്ഷിപ്പൊക്കെ കിട്ടുന്നൊരു സമയമാണ്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ ഒറക്കിൾ എനർജി എന്ന് പറയുന്നത്. എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് ഒറക്കിൾ കാർഡ് എടുത്ത് നോക്കാം. അപ്പോൾ ഒറക്കിൾ കാർഡ് എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. ഒറക്കിൾ കാർഡിൽ ആദ്യം കിട്ടിയിരിക്കുന്നത് 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ പാസ്റ്റ് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ, അതായത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വന്നില്ല, എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ നടന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര സാഡായിട്ടിരിക്കുന്ന ഒരു സമയം, റിഗ്രറ്റാണ്, നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ആ കാര്യം അങ്ങനെ റോങ് ആയി പോയി, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ വന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡെന്ന് പറയുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളിപ്പോൾ ഒരു ക്രോസ് റോഡിലാണ്. നിങ്ങൾക്ക് ചില ഇമോഷൻസ് എല്ലാം ബ്ലോക്കായി ഇരിപ്പുണ്ട്. ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 2 ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. അതിൽ നിന്നും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ചെയ്യേണ്ട ഒരു സമയമാണിത്. ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണ്. ഇവിടെ വരുന്ന എനർജി എന്ന് പറയുന്നത് സ്കോർപിയോ, ലിബ്ര. ഓക്കെ, മൂന്നാമത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ദ ഹൈ പ്രീസ്റ്റസ് റിവേഴ്സാണ്. ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് എന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ തന്നെ വിസ്ഡം ഉപയോഗിച്ചിട്ട്, നിങ്ങളുടെ തന്നെ ചിന്തകൾ ഉപയോഗിച്ച് നിങ്ങളൊരു തീരുമാനമെടുക്കണം ഈ സമയത്ത്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു വ്യക്തമായൊരു ഗോളുണ്ട്. അങ്ങനെ ഗോൾ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ അത് ചെയ്യുക. ക്യാൻസർ ആൻഡ് ലിയോ ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ, ഫയർ സൈനാണ്. അതുപോലെ പിന്നെ കിട്ടിയിരിക്കുന്നത് ഹെർമിറ്റ് എന്ന് പറയുന്ന എനർജി. ഹെർമിറ്റ് എന്ന എനർജി എന്ന് വെച്ചാൽ, നിങ്ങളൊരു ഡീപ്പറായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാനുള്ളൊരു സമയമാണിത്. അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ മെഡിറ്റേഷൻസ് ചെയ്യുക. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയി ഇരുന്നിട്ട് ചിന്തിക്കുക, ഞാൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണ് റോങ് ആയിപ്പോയത്. അതെല്ലാം വീണ്ടും വീണ്ടും നിങ്ങൾ സെൽഫായിട്ട് ഒരു അനലൈസ് ചെയ്യേണ്ട ഒരു സമയമാണെന്നാണ് പറയുന്നത്. ഒരു സോൾ സെർച്ചിങ് പോലെ. അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി വിർഗോ ആണ് അവിടുത്തെ സോഡിയാക് സൈൻ. പിന്നെ വരുന്നത് 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. 8 ഓഫ് വാൻസ് എന്ന് വെച്ചാൽ, യൂണിവേഴ്സ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വളരെ വേഗം തന്നെ നിങ്ങളടുത്തോട്ട് ആ യൂണിവേഴ്സിൻ്റെ എനർജി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യവും നിങ്ങൾ റെസിസ്റ്റ് ചെയ്യരുത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഗോളിൻ്റെ ഏറ്റവും വളരെ അടുത്താണ്. അതുകൊണ്ട് ഡിവൈൻ ടൈമാണ്, മാനിഫെസ്റ്റേഷൻസ് ചെയ്തോളുക. ഓക്കെ, ഇനി അവസാനത്തെ കാർഡെന്ന് പറയുന്നത് ഒരു ഓവറോൾ തീം. നിങ്ങൾ പണ്ട് നടന്ന പല കാര്യങ്ങളെയും ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്ന അത് നിർത്താനാണ് പറയുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സമയമാണിത്. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. ഓക്കെ, പുതിയ ഗോൾസ് സെറ്റ് ചെയ്യുക, ഗ്രോ ചെയ്യുക,
മോർ മെച്യൂർ, നല്ല മീൻസ് പക്വമായിട്ടുള്ള ചിന്തകളോടുകൂടി നല്ല തീരുമാനങ്ങൾ എടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടിയൊക്കെ വരും, അത് കുഴപ്പമില്ല, അത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതാണ് ഇന്നത്തെ റീഡിങ്. താങ്ക് യു. ബൈ.